മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈലം കണ്ടക്ട് ചെയ്യുന്ന എക്കണോമിക്സ് ഓണം എക്സാം വരുന്നത് നാളെയാണ്. അപ്പൊ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നമുക്ക് സൂപ്പർ 60 ഉണ്ട്. അപ്പൊ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പ്രധാനമായിട്ടും എക്സാമുകളിലൊക്കെ സ്ഥിരമായിട്ട് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും വരുന്ന ചോദ്യമാണ്. ഈ ഒരു ചോദ്യം എല്ലാ എക്സാമിലും വരാറുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഏതാണ് ആ ചോദ്യം, അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് നോക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റയിൽ ആ ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ പോയിന്റ്സ് വി ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിംഗ് എ ക്വസ്റ്റ്യനെയർ എന്നുള്ളതാണ്. അതായത് സർവേ നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, അതായത് ഒരു നല്ല ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ പോയിന്റ്സ് ആണ് എക്സാമ്പിൾ അടക്കം നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഫസ്റ്റ് പോയിന്റ് ആണ് ക്വസ്റ്റ്യനെയർ ഷുഡ് നോട്ട് ബി ടു ലോങ്. ക്വസ്റ്റ്യനെയർ ഒരുപാട് ലോങ് ആവരുത് അല്ലെങ്കിൽ വലുതാകരുത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മിനിമം ആയിരിക്കണം. ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനെയറിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് ഈ പോയിന്റ്സ് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തത്, ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ബി ആംബിഗ്വസ്. അതായത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ്, കേട്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡ്സ് ഒന്നും ക്വസ്റ്റ്യനെയറിനകത്ത് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് വേണം ക്വസ്റ്റ്യൻസ് പ്രസന്റ് ചെയ്യാനായിട്ട്. ഡു യു സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഓൺ ബുക്സ് ഇൻ എ മന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ എത്രയാണ് എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് ടിക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഹൗ മച്ച് ഡു യു സ്പെൻഡ് ഓൺ ബുക്സ് ഇൻ എ മന്ത് എന്ന് കൊടുത്തിട്ട് 4 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അതിനകത്തുനിന്ന് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തതാണ്, ക്വസ്റ്റ്യൻസ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. എന്താണോ ചോദിക്കാനുള്ളത് അത് വളരെ ചുരുക്കി കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക. വളച്ച് തിരിച്ച് ചോദിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അവിടെ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് യുവർ ഇൻകം ഡു യു സ്പെൻഡ് ഓൺ ക്ലോത്തിങ് ഇൻ ഓർഡർ ടു ലുക്ക് പ്രസന്റബിൾ എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും പ്രസന്റബിൾ ആയിരിക്കാൻ വേണ്ടി തന്നെയാണ് ക്ലോത്തിങ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, എത്രയാണ് ക്ലോത്തിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, ക്വസ്റ്റ്യൻസ് ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തേക്ക് നമ്മൾ കടക്കാൻ പാടുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ്, ഈസ് ഇൻക്രീസ് ഇൻ ഇലക്ട്രിസിറ്റി ചാർജസ് ജസ്റ്റിഫൈഡ്, എന്നിട്ട് ചോദിക്കുന്നു ഇലക്ട്രിസിറ്റി സപ്ലൈ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ റെഗുലർ ആണോ എന്നുള്ളത്. അപ്പൊ ആദ്യം ചോദിക്കേണ്ടത് എങ്ങനെയായിരുന്നു, ഇലക്ട്രിസിറ്റി സപ്ലൈ നിങ്ങളുടെ ഏരിയയിൽ റെഗുലർ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം വേണം ചോദിക്കാനായിട്ട് ഇലക്ട്രിസിറ്റി ചാർജസ് കൂടുന്നതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മളൊരു മൂവിയെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ആദ്യം പോയിട്ട് ഈ മൂവി എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതിന് ശേഷമല്ലല്ലോ മൂവി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ജനറൽ ആയിട്ട് മൂവി കണ്ടിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിക്കും, എന്നിട്ട് ഒപ്പീനിയനാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് ആണ്, ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ഹാവ് ഡബിൾ നെഗറ്റീവ്സ്. ഡബിൾ നെഗറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് വെച്ച് ഒരിക്കലും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഡോണ്ട് യു തിങ്ക് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും ഡു യു, അങ്ങനെ പോസിറ്റീവ് ആയിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. ദെൻ അടുത്തത്, ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ലീഡ് ടു ആൻസർ. ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാകരുത്, ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആകരുത് എന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾ നോക്കാം. ഹൗ മച്ച് ഡു യു ലൈക്ക് അല്ലെങ്കിൽ ഹൗ ഡു യു ലൈക്ക് ദ ഫ്ലേവർ ഓഫ് ദിസ് ഹൈ ക്വാളിറ്റി ടീ. ഈ ഹൈ ക്വാളിറ്റി ടീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ യെസ് എന്നുള്ളൊരു മറുപടിക്ക് വേണ്ടിയുള്ള ചോദ്യമാണത്. നേരെ മറിച്ച് ഈ ടീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രമേ ചോദിക്കാവൂ. അവിടെ എന്ത് ആൻസർ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ്ലി റെസ്പോണ്ടന്റിന് ഇഷ്ടമാണ്. ഓക്കെ, ദെൻ അടുത്തതാണ്, ദ ക്വസ്റ്റ്യൻസ് ഷുഡ് നോട്ട് ഇൻഡിക്കേറ്റ് ഓൾട്ടർനേറ്റീവ്സ് ടു ദി ആൻസർ. ക്വസ്റ്റ്യൻ അകത്ത് തന്നെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കരുത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വുഡ് യു ലൈക്ക് ടു ഡു എ ജോബ് ആഫ്റ്റർ കോളേജ് ഓർ ബി എ ഹൗസ് വൈഫ്. അതായത് നമ്മൾ കോളേജ് കഴിഞ്ഞതിന് ശേഷം ജോബ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആവാനാണോ ആഗ്രഹം. ഇത് രണ്ടും അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് കോളേജ് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മാത്രം ചോദിച്ചാൽ മതി. അതിനകത്ത് എന്ത് ആൻസർ ചെയ്യണം എന്നുള്ളത് റെസ്പോണ്ടന്റ് തീരുമാനിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഉണ്ട്. നമ്മൾ 3 6 7 പോയിന്റ്സ് ഉണ്ട്. മിനിമം ഒരു 6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. കാരണം 5 മാർക്കിന് നമുക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യനെയർ ഒരുപാട് ലോങ് ആവരുത്, ക്വസ്റ്റ്യൻ ആംബിഗസ് ആവരുത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത്. ദെൻ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി പ്രിസൈസ് ആൻഡ് ക്ലിയർ. ക്ലിയർ ആയിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ, വളരെ ചുരുക്കി വ്യക്തമായിട്ട് ചോദിക്കണം. അതുപോലെ തന്നെ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഡബിൾ നെഗറ്റീവ്സ് യൂസ് ചെയ്യരുത്. ക്വസ്റ്റ്യൻ തന്നെ ആൻസറിലേക്ക് ലീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആകരുത്. ക്വസ്റ്റ്യൻ അകത്ത് തന്നെ ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കരുത്. ഇത്രയാണ് പോയിന്റ്സ്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ചോദ്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് 5 മാർക്ക് തന്നെ നഷ്ടമാവും. ഉറപ്പായിട്ടും 5 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും. പഠിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അപ്പൊ എല്ലാ മക്കളും ഈ ചോദ്യം, ഈ ആൻസർ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.